നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചുകയറി. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. ചെറുതുരുത്തിയിലാണ് സംഭവം. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. മണ്ണുപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പി മാധവ്ജി ജന്മദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. വാർത്തകൾ വിശദമായി. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചുകയറി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് പോവുകയായിരുന്ന മിനി വാനിന് പുറകിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. അങ്കമാലിയിൽ നിന്നും പട്ടിക്കാട് പോവുകയായിരുന്നു ലോറി. ആർക്കും പരിക്കില്ല. അപകടത്തിൽ ലോറി റോഡിന് കുറുകെ കിടന്നത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ഇതിനിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട ടോറസ് ലോറി മുൻപിലുണ്ടായിരുന്ന കാറിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സമുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. ചെറുതുരുത്തിയിലാണ് സംഭവം. സ്കൂട്ടർ യാത്രികനായ പാഞ്ഞാട് സ്വദേശി 50 വയസ്സുള്ള സുബ്രഹ്മണ്യൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി സെന്ററിൽ വെച്ച് സുബ്രഹ്മണ്യൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ നിന്ന് പുക ഉയരുകയും തുടർന്ന് കത്തുകയുമായിരുന്നു. ഉടനെ ബൈക്ക് നിർത്തി ഇദ്ദേഹം ചാടിയിറങ്ങുകയായിരുന്നു. നാട്ടുകാർ നോക്കി നിൽക്കെയാണ് സ്കൂട്ടർ കത്തിയമർന്നത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി. ഷൊർണൂരിൽ നിന്നും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തീയണച്ചു. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. പുളിയലക്കുന്ന് വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. ഇന്ന് പുലർച്ചെയാണ് അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നതായി കണ്ടെത്തിയത്. ഇതിന് സമീപത്താണ് കഴിഞ്ഞ ഏതാനും മാസം മുൻപ് ആടുകളെ കടിച്ചുകൊല്ലുന്ന അവസ്ഥയുണ്ടായത്. കുറുനരികളാണ് ആടുകളെ കൊന്നതെന്നാണ് സംശയം. 4 ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. സ്ഥലം വനംവകുപ്പ് അധികൃതർ പരിശോധിച്ചു. ആടുകളെ പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിർദ്ദേശം നൽകി. ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ആൻഡ്രൂ ആലപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് സെക്രട്ടറി ബിനു ടി.ബി. സ്വാഗതവും ട്രഷറർ ബൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.ആർ. വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ ആമുഖ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ, ചന്ദ്രൻ കൊളത്താപ്പിള്ളി, ഡേവിസ് എം.ഡി, ഗോവിന്ദൻകുട്ടി എൻ.എ, ഡേവിസ് വെളിയത്ത്, റെയ്സൻ ആലൂക്ക, ബിജു മാളക്കാരൻ, ആന്റോ മേനാച്ചേരി, ആന്റോ എരിഞ്ഞേരി, ബഷീർ ഇ.ടി, വനിതാ വിംഗ് ജില്ലാ ട്രഷറർ ഷൈന ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു, സെക്രട്ടറി നീബ രാജേഷ്, ട്രഷറർ സിനി സന്തോഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മണ്ണുപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പി മാധവ്ജി ജന്മദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മണ്ണുപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പി മാധവ്ജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രുദ്രമണ്ഡപത്തിൽ ദീപജ്വലനവും പുഷ്പാർച്ചനയും നടത്തി. സത്യസായി സേവാ സംഘടന തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സതീഷ് പി.ജി. ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് SSLC +2 ക്ലാസുകളിൽ ഫുൾ A+ കരസ്ഥമാക്കിയവരും LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും മലയോര പ്രദേശമായ കുറ്റിച്ചിറ, മോതിരക്കണ്ണി, കോടശ്ശേരി പ്രദേശങ്ങളിൽ 45 വർഷക്കാലമായി ആതുര സേവനം ചെയ്തുവരുന്ന ഡോക്ടർ ജോയ് കട്ടക്കയത്തിനെയും ആദരിക്കുന്ന ചടങ്ങ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും നടത്തി.
യോഗത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ KV അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുരളീധരൻ നടുമുറി സ്വാഗതം പറഞ്ഞു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി ഗോപിനാഥ്, താലൂക്ക് പ്രസിഡന്റ് സദാനന്ദൻ PP എന്നിവർ സംസാരിച്ചു. ദേവസ്വം സെക്രട്ടറി ശിവദാസൻ TS നന്ദി രേഖപ്പെടുത്തി. കുട്ടികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനകീയ ഡോക്ടറായിട്ടുള്ള ജോയി കട്ടകത്തെയും ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 25 രൂപ കൂടി ഗ്രാമിന് 9320 രൂപ, പവന് 74,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചുകയറി. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. ചെറുതുരുത്തിയിലാണ് സംഭവം. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. ചാലക്കുടി മെർച്ചന്റ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. മണ്ണുപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ P. മാധവ് G ജന്മദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.